ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇത് കണ്ടോ, രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മുടെ വീട്ടിലിങ്ങനെ പൂവൊക്കെ വിരിഞ്ഞിങ്ങനെ നിൽക്കണ കണ്ടു. അപ്പോൾ ജസ്റ്റ് കുറച്ച് വീഡിയോസ് എടുത്തതാണേ. നമ്മുടെ വീട്ടിൽ വലിയ മോഡേൺ ആയിട്ടുള്ള ഗാർഡനിങ് ഒന്നുമില്ല. നമ്മുടെ വീട്ടിലിങ്ങനെ ചെത്തി, ചെമ്പരത്തി, തുളസി ഈ വക സാധനങ്ങളൊക്കെയാണ്. ഈ ചെടിയൊക്കെ ഉണ്ടോ, നമ്മുടെ നല്ല ഭംഗി. ഇതൊക്കെ വീഡിയോയിൽ എടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ ചുമ്മാ ഒരു വീഡിയോ ആക്കി അങ്ങ് ഇട്ടാലോ എന്ന് ആലോചിച്ച് ഇട്ടതാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരുപാട് പൂമ്പാറ്റകളുണ്ട്. അപ്പോൾ പാറക്കൂട്ടം പറഞ്ഞു, അമ്മ ഒരു പൂമ്പാറ്റേൻ്റെ വീഡിയോ എടുക്കാൻ പോകുന്നു. അങ്ങനെ ഞാൻ എടുക്കാൻ നോക്കുന്നതാണ് ഗൈസ്. ഇത് പക്ഷേ ഇത് തന്നെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് കിട്ടിയത്. അത് അവിടെയൊക്കെ ഞാൻ പൂമ്പാറ്റേനെയാണ് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് അവിടെ ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു, അതിനെ പിടിക്കാനായിട്ട്, അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ടാണ് നോക്കിയത്. നല്ല രസമാണ് രാവിലെ മുറ്റത്തായിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരുപാട് പൂമ്പാറ്റകളും ഇതുപോലെ പൂവൊക്കെ വിടർന്നിരിക്കുന്നതും. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് മിസ് ചെയ്ത കുറേ കാര്യങ്ങൾ പിന്നെ തിരിച്ചു വന്നപ്പോൾ ഇതൊക്കെ വീഡിയോ എടുത്ത് വെക്കാമെന്ന് ഓർത്തു. ഇതൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു പുറത്തൊക്കെ പോയിട്ടുള്ളവരെ കാണുമ്പോൾ ഒരു സന്തോഷമാവില്ല. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പഴയ ചെടികളും ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്കും. ഇന്ന് നല്ല തെളിഞ്ഞ ആകാശവും നല്ല ഒരു ക്ലൈമറ്റുമാണ്. നല്ലൊരു വെതറായിട്ടിരിക്കുന്നു. കുറച്ച് ദിവസം മഴയൊക്കെ ആയിരുന്നു. അതേ അടുത്തൊരു കുഞ്ഞു മഞ്ഞ പൂമ്പാറ്റയുണ്ട്. അതിനെ എടുക്കാനായിട്ട് ഞാൻ നോക്കുവാണ് ഗൈസ്. അതിപ്പോൾ തന്നെ പറന്നു പോവും. പാറക്കൂട്ടന് ഈ പൂമ്പാറ്റകളുള്ളതുകൊണ്ട് നല്ല രസം. അവൾ അതിനെ പിടിക്കാനായിട്ട് അതിൻ്റെ പുറകെ നടക്കും. ചെമ്പരത്തിപ്പൂവൊക്കെ ഇവിടെ ഉണ്ട്. ചെത്തിപ്പൂ ഉണ്ട്. നമ്മൾ ചെത്തിപ്പൂ ചില സമയങ്ങളിലൊക്കെ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കും. ഇത് കണ്ടിട്ടുണ്ടോ ഗൈസ്, മഞ്ഞ ചെത്തിപ്പൂ, നല്ല രസമുണ്ട്. ഇന്ന് പാറക്കൂട്ടിന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഈ മുന്തിരിങ്ങ എടുത്ത് വെച്ചേക്കുന്നത് ആക്ച്വലി ഒരു ട്രിക്കാണ്, വേറെ ഒന്നുമില്ല. ഓൺലൈൻ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ പാറക്കൂട്ടൻ പൊതുവേ ഇതൊക്കെ കഴിക്കാൻ മടിയാണ്. പക്ഷെ ഓൺലൈൻ ക്ലാസ്സിലായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അവളോട് നിലവിൽ ടീച്ചർ എന്തൊക്കെയോ അവളോട് 1 to 100 എന്തോ എഴുതാൻ പറഞ്ഞേക്കുവാണ്. അപ്പോൾ എഴുതാനും പഠിക്കാനും പറയുന്ന ടൈമിൽ എന്ത് ഫുഡ് കൊണ്ട് കൊടുത്താലും പാറക്കൂട്ടൻ അത് കഴിക്കും. കാരണം അത് എഴുതാതിരിക്കാൻ വേണ്ടി. ഈ ട്രിക്കൊക്കെ നമ്മളും ചെറുപ്പത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അവൾക്കിതിപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവൾ മുന്തിരിങ്ങ കഴിക്കണം. അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം കഴിക്കുന്നു പറഞ്ഞപ്പോൾ അവൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് പതുക്കെയാണ് കഴിക്കുന്നത്. എങ്ങനെയെങ്കിലും ആ ക്ലാസ്സിൽ അത് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു ചെറിയ ട്രിക്ക്. അതുകൊണ്ട് ഈ സമയത്താണ് ഞാൻ ചില ഫ്രൂട്ട്സൊക്കെ എടുത്തു കൊടുക്കണം. ഈ സമയത്ത് അതുപോലെ വെള്ളം കുടിയും ഭയങ്കര കാര്യമായിട്ടാട്ടോ. ഇപ്പോൾ ക്ലാസ് ചെയ്യുന്നതല്ല, എനിക്ക് വെള്ളം വേണം അമ്മയെന്നും പറഞ്ഞ് തുടങ്ങും. അപ്പോൾ അങ്ങനെ സമയം കളയാൻ വേണ്ടി ഉള്ള പരിപാടി തന്നെ. അതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു. ഞാൻ പിന്നെ എഴുതാൻ പറഞ്ഞുകൊണ്ട് എഴുതുകയാണ്. പാറക്കൂട്ടിന് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് വീണ്ടും അവൾ എക്സ്പ്രഷൻ ഇട്ട് ഇതാക്കുന്നു. അടുത്തത് പാറക്കൂട്ടം കുറേ ദിവസമായി പറയുന്നു, അവൾ വീഡിയോസ് കണ്ടതാണ് ഈ മാങ്ങ പൊട്ടിക്കുന്നത്. ഞാനും കണ്ടിരുന്നു വീഡിയോസ്. കുറേ പേരിങ്ങനെ മാങ്ങ പൊട്ടിച്ചിട്ട് തുണിയിലിട്ടിങ്ങനെ പൊട്ടിച്ചിട്ട് ഉപ്പുമുളകൊക്കെ ഇട്ടിട്ട് പൊട്ടിക്കണത്. അപ്പോൾ അവൾക്കും അത് ചെയ്യണമെന്ന് കുറേ ദിവസമായി പറയുന്നു. അങ്ങനെ അവൾ തന്നെയാണിത് ചെയ്യുന്നത്. ഞാൻ മാങ്ങ ഒന്ന് വരിഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ ഉപ്പുമുളക് ഇടാമെന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതിക്കുന്നില്ല, അവൾ തന്നെ ഇടാമെന്നും പറഞ്ഞാണ്. പക്ഷെ ഇത് കഴിഞ്ഞൊരു അബദ്ധം പറ്റി. അവളുടെ കയ്യിൽ ഇച്ചിരി മുളക് പറ്റിയായിരുന്നു. അപ്പോൾ അവൾ മറന്നുപോയി. എന്നിട്ട് അവൾ ആ കൈ എടുത്ത് മുടി ഇങ്ങനെ മാറ്റാനായിട്ട്, അവളുടെ മുഖത്ത് കിടന്ന മുടി മാറ്റാനായിട്ട് അവൾ മുഖത്തോട്ട് തൂത്താണ്. ആ മുളക് പൊടി ഉപ്പും കൂടെ അവളുടെ മുഖത്തായി. ഞാൻ പിന്നെ വേഗം അവളുടെ മുഖം ഒന്ന് വേഗം തന്നെ കഴുകി കൊടുത്തു. ഞാൻ പറഞ്ഞതാണ് ഇത് സൂക്ഷിച്ച് ചെയ്യണം, അമ്മ ചെയ്തു തരാമെന്ന്. പക്ഷേ ഇത് ഞാൻ ചെയ്തോളാം, ഞാൻ പൊട്ടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവൾ തന്നെ നിർബന്ധം പിടിച്ച് ചെയ്യണതാണ്. നമ്മൾ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവൾ അതൊക്കെ റിപ്പീറ്റായിട്ട് നമ്മൾ കണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ അവൾക്കൊരു വെള്ള തുണി എടുത്തു കൊടുത്തു. ഇനി അവളത് പൊട്ടിക്കാനായിട്ട് കരിങ്കല്ല് എവിടെ, അവൾ ഓൾറെഡി കരിങ്കല്ലൊക്കെ എല്ലാം കണ്ടു വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അവളോട് ചോദിച്ചു എവിടെയാണ് കരിങ്കല്ല്, ഇവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അമ്മ പുറകു വശത്ത് ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവളതൊക്കെ നോക്കി വെച്ചിട്ടാണ് വീഡിയോയ്ക്കായിട്ട് വന്നത്. അവൾ അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങളങ്ങനെ നല്ല വൃത്തിയായിട്ടുള്ളിടത്ത് പൊട്ടിക്കണമെന്ന് ഓർത്ത് ഞങ്ങൾ അരകല്ലയിലാണ് പൊട്ടിച്ചത്. അവൾ പൊട്ടിക്കാൻ നോക്കിയിട്ട് അത് ശരിയായില്ല. എന്നിട്ട് ഞാൻ തന്നെ അവൾക്ക് പൊട്ടിച്ചു കൊടുത്തു. അവളതെടുത്ത് ടേസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ
അടുത്ത് ഇരിക്കുന്ന മാങ്ങയാണെങ്കിലും അത് പച്ചമാങ്ങയായിരുന്നു. പാറക്കുട്ടിന് എടുത്ത് വെച്ച് ഇച്ചിരി ഉപ്പുമുളകും കുറവായതുകൊണ്ട് അവൾക്ക് ആ ഒരു പുളിയും ഇതൊന്നും മാങ്ങ അത്ര ടേസ്റ്റ് തോന്നിയില്ല. അവളോട് ഞാൻ ചോദിച്ചു അതിന് പുളിക്കണില്ലേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പുളിക്കണില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവളിത് പുളിക്കണേൻ്റെ രണ്ടൊന്ന് എക്സ്പ്രഷൻ കണ്ടോ. അവളതങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ കൂടുതലും മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നമ്മുടെ മാവിലൊക്കെ കിട്ടുന്ന മാങ്ങയായിരുന്നു ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവൾ ചോദിച്ച ടൈമിൽ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിച്ച മാങ്ങയാണ്. അതുകൊണ്ട് ആ ഒരു മൂവാണ്ടൻ മാവിൻ്റെ ഒന്നും മാങ്ങേൻ്റെ ഒന്നും ആ ഒരു ടേസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി നമ്മൾ മാമ്പഴമൊക്കെ ഉണ്ടാവുന്ന സീസൺ ആകുമ്പോഴത്തേക്കും പാറക്കുട്ടിന് നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവൾക്ക് ഇച്ചിരിയും കൂടെ ഇഷ്ടമാവും. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഇച്ചിരിയും കൂടെ ഉപ്പും മുളകും നന്നായിട്ട് അവൾ പറഞ്ഞു അമ്മ ഉപ്പും മുളകും ഇച്ചിരി കുറവാണെന്ന്. അപ്പോൾ അത് നന്നായിട്ട് പറ്റിയൊരു പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവൾ ഭയങ്കരമായിട്ട് എടുത്ത് കഴിക്കാൻ നോക്കുന്നുണ്ട്. അത് അവൾ കഴിക്കണുണ്ടപ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് തന്നെ വായിൽ വെള്ളം വന്നു ആ എക്സ്പ്രഷൻസ് കണ്ടപ്പോൾ. കാരണം അന്നേരം ഉപ്പും മുളകും പുളി എല്ലാം കൂടെ അവൾക്ക് ആ ഒരു ഭാഗം കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ക്ലാസ്സും കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഉള്ള ഇന്നത്തെ ഉച്ചവരെയുള്ള ഏകദേശം പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ പറമ്പിൽ കൂടെയും പൂച്ചേനെ ഓടിച്ചൊക്കെ നടക്കുന്ന ഒരു ടൈമാണ്. ഞാൻ പറഞ്ഞു ഇനി ഒരുപാട് മാങ്ങ കഴിക്കേണ്ട, നല്ല പുളിയൊക്കെയാണ്, ഇനി ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റൊമക്കിന് പ്രോബ്ലം ആവും. അതുകൊണ്ട് ബാക്കിയെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അവൾക്ക് എന്നിട്ടും ഉപ്പും എരിവും ഇച്ചിരി കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ പുറകിൽ വീണ്ടും എടുത്തു വെച്ചിട്ട് കഴിക്കുകയാണ്. ഈ ഫ്ലവർ കണ്ടിട്ടുണ്ടോ ഗൈസ്? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് മുറ്റത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് കാണാനില്ല. ഇത് ഇങ്ങനെ ഒന്നോ രണ്ടോ സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടാലുള്ളൂ. ഇനി നമ്മളിതേ പൂച്ചേനെ ഓടിക്കൽ പരിപാടി തുടങ്ങി. പാറക്കുട്ടൻ്റെ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ പൂച്ച പറമ്പ് കടന്ന് ഓടി പോകുന്നുണ്ടായിരുന്നു. അപ്പുറം ആ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം പോയിട്ട് ആ പൂച്ച അവിടെ കിടക്കുകയാണ്. പാറക്കുട്ടൻ എറിഞ്ഞ് എന്തായാലും അവിടം വരെ എത്തില്ല എന്നുള്ള ഒരു ഊഹം പൂച്ചയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് പൂച്ച അവിടെ തന്നെ കിടക്കുകയാണ്. അവളവിടെ നിന്ന് വീണ്ടും എറിയാനായിട്ട് നോക്കുകയാണ് ഗൈസ്. ഇത് കണ്ടോ ജാതിക്ക ഉണ്ടായി കിടക്കുന്നത്. നമുക്കിത് ജാതിക്ക ചെറിയ കായ്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വീട്ടിലിങ്ങനെ ജാതിമരം ഉള്ളതുകൊണ്ട് നല്ലൊരു തണലൊക്കെയാണ്. ഇപ്പോൾ പാറക്കുട്ടൻ കളിക്കാൻ ഇറങ്ങിയാലും അങ്ങനെ വെയിലൊന്നും ഒരുപാട് കൊള്ളണ്ട. അവൾ ആ പൂച്ചേനെ എറിയാനായിട്ട് കല്ലെടുത്ത് ഉന്നം വെക്കുകയാണ് ഗൈസ്. അവൾ കല്ലൊക്കെ വെച്ച് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഉന്നം വെച്ചൊക്കെ കാണുന്നത്. പക്ഷെ ആ പൂച്ച അവിടെ കിടക്കുക, അല്ലാതെ പൂച്ചയ്ക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം പൂച്ചയ്ക്കറിയാം അവൾ എറിഞ്ഞ് എത്തൂല്ലെന്ന്. പാറക്കുട്ടൻ്റെ എക്സ്പ്രഷൻ കണ്ടോ, ഒന്നും എത്തണില്ല അമ്മയെന്നും പറഞ്ഞാണ്. അതിനുശേഷം ഒരു വലിയ പാട്ട എടുത്ത് എറിയാനായിട്ട് പോവാം. ഞാൻ നോക്കിയപ്പോൾ ആ കരിയിലയുടെ ഇടയിൽ പൂച്ച കിടക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയത് കാണാൻ പറ്റില്ല. അവൾ ഞാൻ എറിഞ്ഞ് എത്തിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇതിലും കൊണ്ടില്ല. അതിനുശേഷം ഇതിപ്പോൾ എറിയുമ്പോഴത്തേക്ക് അത് വേറെ സൈഡിലേക്കാണ് പോകുന്നത്. പൂച്ച കിടന്നവിടത്തേക്കേ അല്ല പോകുന്നത്. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറയും അമ്മ ഞാൻ താഴെ മറ്റേ പറമ്പിലേക്ക് ഇറങ്ങിപ്പോയിട്ട് പൂച്ചേനെ പിടിക്കാനല്ല പൂച്ചേനെ ഓടിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ കണ്ട അവൾ താഴത്തോട്ട് ഇറങ്ങാനായിട്ട് എന്നെ ഇറക്കി വിടാമോ എന്നുള്ള രീതിയിലാണ്. ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകേണ്ട, ഒരുപാട് കൊതുകൊക്കെ ഉണ്ട്, അവിടെ മുഴുവൻ പച്ചിലകളാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറമ്പിൽ പൂച്ചേനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മമ്മി ഇവിടെ ഒരു താളി ഉണ്ടാക്കുന്നത്. ഇതെന്ത് താളി എന്നറിയാമോ? ഇഞ്ച കൊണ്ടുള്ള താളിയാണേ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? അത് നമ്മൾ ആയുർവേദ കടയിലൊക്കെ ഇങ്ങനത്തെ ഇഞ്ച മേടിക്കാൻ കിട്ടും. എന്നിട്ട് ഈ ഇഞ്ച നന്നായിട്ടൊന്ന് ശരിക്കും കല്ലയിലിട്ടൊന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് അത് ചതയണം. ഇത് ശരിക്കും പറഞ്ഞാൽ മുടിക്കൊക്കെ വളരെ നല്ലതാണ്. ഇത് ശരിക്കും ഒരു ഷാമ്പു പോലെയാണ് ഇത് നമ്മൾ താളിയാക്കി വരുമ്പോഴത്തേക്കും. അപ്പോൾ അത് ആദ്യമേ ഒന്ന് ചതച്ചതിന് ശേഷം ഒന്ന് വെള്ളത്തിലത് വെറുതെ അങ്ങ് കഴുകി കളഞ്ഞു. അതിനുശേഷം വീണ്ടും വെള്ളം എടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തതിന് ശേഷം ഇനി ആ വെള്ളത്തിൽ വേണം നമ്മൾ ഈ ചതച്ചെടുത്ത ഇഞ്ച നന്നായിട്ട് ഇങ്ങനെ പിച്ചി ചീന്തി ഇങ്ങനെ എടുത്ത് അതിങ്ങനെ കാണിക്കും തോറും അതിൻ്റെ അകത്തുനിന്ന് കണ്ടോ പതഞ്ഞ് വരുന്നത് കണ്ടോ. ശരിക്കും ഒരു ഷാമ്പു പോലെയാണ് ഈ ഇഞ്ചി യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് പതഞ്ഞ് ആ വെള്ളം ഒരു താളിയും ഒരു ഷാമ്പു എല്ലാം ഒരു നല്ലൊരു കുറുകി ഇങ്ങനെ വരും.
അപ്പോൾ ഇത് തലയിൽ തൂക്കുന്നത് നല്ലതാണ്. ഒരു ഷാമ്പൂവിൻ്റെ എഫക്റ്റും അതുപോലെ തന്നെ തല ക്ലീനൊക്കെ ആവാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് പോയതിന് ശേഷം എൻ്റെ മുടി ഒരുപാട് എല്ലാം പോയി, എനിക്ക് ഒരുപാട് മുടി കൊഴിച്ചിലൊക്കെ വന്നു. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഞാനിത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇങ്ങനത്തെ ഒരു ഇഞ്ചയുടെ താളി ഉപയോഗിക്കും. അത് ഒന്ന് നമ്മളിങ്ങനെ ശരിക്കും പിഴിഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ കല്ലിലിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ വീണ്ടും അതൊന്നും കൂടെ ചതയുമ്പോഴത്തേക്ക് ഇച്ചിരിയും കൂടെ ആ ഒരു അതിൻ്റെ ആ ഉള്ളിൽ നിന്ന് നന്നായിട്ട് പുറത്തേക്ക് നന്നായിട്ടൊന്നും കൂടെ നമുക്ക് ഷാമ്പു ആയിട്ട് ഒന്നും കൂടെ നല്ല കുറുകി കിട്ടും. അത് അങ്ങനെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊക്കെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കാണ് ഇഞ്ച കൊണ്ടുപോയാലുള്ള പ്രയോജനം. കാരണം ചെമ്പരത്തി പോലുള്ള താളി നമുക്ക് നാട്ടിൽ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇത് റൂമിൽ വെച്ച് ചതച്ച് നമുക്ക് തന്നെ ചെറിയ രീതിയിലൊരു ഷാമ്പു പോലെ ആഴ്ചയിൽ ഒരിക്കൽ തൂക്കുവാണെങ്കിൽ നമ്മുടെ തലമുടിയൊക്കെ ക്ലീൻ ആയിട്ടിരിക്കും. അങ്ങനെ നന്നായിട്ട് പതപ്പിച്ചു ഗൈസ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് അതൊന്ന് അരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ അത് അരിച്ചെടുത്ത് നമുക്കിനി ആ വെള്ളം നമുക്ക് തലയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഒരു സിമ്പിൾ ഒരു വ്ളോഗ് ക്ലോസ് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ ഗൈസ്, സീ യു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ഗൈസ്.